എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പി ബ്ലോക്ക് എലമെന്റ് എന്നറിയപ്പെടുന്ന ചാപ്റ്ററിലെ ഡൈബോറേൻ എന്നറിയപ്പെടുന്ന കോമ്പൗണ്ടിന്റെ പ്രിപ്പറേഷനും പ്രോപ്പർട്ടീസും സ്ട്രക്ചറും. അപ്പൊ നമുക്ക് പരിചയമുള്ള ഈഥേൻ എന്നറിയപ്പെടുന്ന കോമ്പൗണ്ടിന്റെ മോളിക്യുലർ ഫോർമുല C2H6 ആണെന്ന് പറയുന്നത് പോലെ ഡൈബോറേൻ DIBORANE ആൽക്കേനുകളെ പോലെ ഡൈബോറേന്റെ ഫോർമുല B2H6 ആണ്. അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ പറയുന്ന സമയത്ത് നമുക്ക് പ്രധാനമായും 3 മെത്തേഡുകളിലൂടെ നമുക്ക് ഡൈബോറേൻ പ്രിപ്പയർ ചെയ്യാം. ഡൈബോറേന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി നോക്കുന്ന സമയത്ത് അതൊരു ടോക്സിക് ഗ്യാസ് ആണെന്ന് കൂടെ ഓർമ്മിക്കുക. ടോക്സിക് ഗ്യാസ് ആണ്, ടോക്സിക് ആണ്, ഗ്യാസ് ആണ്. ശരി. അപ്പൊ ഡൈബോറേൻ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ മെത്തേഡ് BF3യുടെ കൂടെ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ഉപയോഗിച്ച് ഡൈബോറേൻ പ്രിപ്പയർ ചെയ്യാം. അതൊരു മെത്തേഡ്. ഇനി ഇതേ BF3യുടെ കൂടെ തന്നെ സോഡിയം ഹൈഡ്രൈഡ് ഉപയോഗിച്ച് നമുക്ക് ഡൈബോറേൻ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഡൈബോറേന്റെ 3 മെത്തേഡ് പ്രിപ്പറേഷൻസിൽ 2 BF3 നിന്നാണ്. BF3യുടെ കൂടെ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ആഡ് ചെയ്താലും BF3യുടെ കൂടെ സോഡിയം ഹൈഡ്രൈഡ് ആഡ് ചെയ്താലും നമുക്ക് ഡൈബോറേൻ കിട്ടുമെന്ന് ഓർമ്മിക്കുക. ഒരു ഇക്വേഷൻ ആയിട്ട് എഴുതാൻ പറഞ്ഞാൽ BF3 പ്ലസ് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്. ഇനി നമുക്ക് കിട്ടേണ്ട കോമ്പൗണ്ട് ആദ്യം എഴുതാം. നമുക്ക് കിട്ടേണ്ട കോമ്പൗണ്ട് B2H6 ആണ്. പ്ലസ് ബൈ പ്രോഡക്റ്റുകൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അത് ലിഥിയത്തിന്റെ ഫ്ലോറൈഡ് ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരാം. അതുപോലെ തന്നെ അലുമിനിയത്തിന്റെ ഫ്ലോറൈഡും ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരാം. സോ ബൈ പ്രോഡക്റ്റുകൾ എഴുതി ലിഥിയം ഫ്ലോറൈഡും പ്ലസ് അലുമിനിയം ഫ്ലോറൈഡ്. ഓക്കെ, അപ്പൊ ഇക്വേഷൻ നമ്മൾ പൂർത്തിയാക്കി. ഡൈബോറേന്റെ പ്രിപ്പറേഷനിലെ ഒന്നാമത്തെ മെത്തേഡ് BF3യുടെ കൂടെ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ആഡ് ചെയ്ത് നമുക്ക് ഡൈബോറേൻ പ്രിപ്പയർ ചെയ്യാം. ഇനി അതേപോലെ തന്നെ BF3യുടെ കൂടെ സോഡിയം ഹൈഡ്രൈഡ് ആഡ് ചെയ്തും നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കോമ്പൗണ്ട് ആദ്യം എഴുതാം. B2H6 പ്ലസ് ബാക്കി അവശേഷിക്കുന്നത് ബൈ പ്രോഡക്റ്റ് നോക്കുമ്പോൾ തന്നെ അറിയാം അത് സോഡിയം ഫ്ലൂറൈഡ് ആണ്. NaF ആണ്. ഇക്വേഷൻ ബാലൻസ്ഡ് അല്ലെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ശരി. അപ്പോൾ ഡൈബോറേന്റെ പ്രിപ്പറേഷൻ മെത്തേഡുകളിൽ 3 മെത്തേഡിൽ 2 മെത്തേഡ്സ് BF3 നിന്നാണ്. BF3യുടെ കൂടെ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ആഡ് ചെയ്ത് ഡൈബോറേൻ പ്രിപ്പയർ ചെയ്യാം. അതുപോലെ തന്നെ BF3യുടെ കൂടെ സോഡിയം ഹൈഡ്രൈഡ് ആഡ് ചെയ്തും നമുക്ക് ഡൈബോറേൻ പ്രിപ്പയർ ചെയ്യാം. ഇനി അവശേഷിക്കുന്ന ഒരു മെത്തേഡ് സോഡിയം ബോറോൺ ഹൈഡ്രൈഡ് ആണ്. അതിന്റെ കൂടെ അയോഡിൻ ആഡ് ചെയ്ത് നമുക്ക് ഡൈബോറേൻ പ്രിപ്പയർ ചെയ്യാം. പ്ലസ് അയോഡിൻ ആഡ് ചെയ്യുന്ന സമയത്ത് B2H6. ബൈ പ്രോഡക്റ്റ് നോക്കുന്ന സമയത്ത് അവിടുത്തെ ബൈ പ്രോഡക്റ്റ് സോഡിയം അയോഡൈഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും ഇക്വേഷൻ ഒന്നും ബാലൻസ്ഡ് അല്ല. 3 മെത്തേഡ് പ്രിപ്പറേഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡൈബോറേൻ എന്നറിയപ്പെടുന്ന ചാപ്റ്ററിലെ അല്ലെങ്കിൽ ടോപ്പിക്കില് ഡൈബോറേന്റെ പ്രിപ്പറേഷനെ പറ്റി ഓർമ്മിക്കണം. അതുപോലെ തന്നെ ഡൈബോറേന്റെ പ്രോപ്പർട്ടീസിനെ പറ്റി ഓർമ്മിക്കണം. അതുപോലെ തന്നെ ഡൈബോറേന്റെ സ്ട്രക്ചറിനെ പറ്റി ഓർമ്മിക്കണം. ഓക്കെ, അപ്പൊ അതിൽ ഒന്നാമത്തെ ഹെഡിങ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഡൈബോറേൻ പ്രിപ്പയർ ചെയ്യാൻ 3 മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ മെത്തേഡ് BF3യുടെ കൂടെ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ആഡ് ചെയ്യുക. രണ്ടാമത്തത് സോഡിയം ബോറോൺ ഹൈഡ്രൈഡിന്റെ കൂടെ അയോഡിൻ ആഡ് ചെയ്യുക. മൂന്നാമത്തത് BF3യുടെ കൂടെ സോഡിയം ഹൈഡ്രൈഡ് ആഡ് ചെയ്ത് നമുക്ക് ഡൈബോറേൻ പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ 3 മെത്തേഡ്സ് എഴുതിയിട്ടുണ്ട്. ഇക്വേഷൻസ് ബോർഡിലുണ്ട്. അപ്പൊ അതിൽ ബാലൻസ്ഡ് അല്ലെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് വരാം. പ്രോപ്പർട്ടീസ് നോക്കുന്ന സമയത്ത് അതിൽ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇത് ടോക്സിക് ഗ്യാസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ടോക്സിക് ആണ് പ്രോപ്പർട്ടിയിൽ ഒന്നാമത്തത്. ടോക്സിക് ഗ്യാസ് ആണ്. അത് പെട്ടെന്ന് തന്നെ ഫയർ ക്യാച്ച് ചെയ്യുന്ന സാധനമാണ്. പെട്ടെന്ന് ഫയറുമായിട്ട് അല്ലെങ്കിൽ ഓക്സിജനുമായിട്ട് പെട്ടെന്ന് കമ്പൈൻ ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഡൈബോറേൻ B2H6ന്റെ കൂടെ ഓക്സിഡൈസ് ചെയ്താൽ അവിടെ B2O3 ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. പ്ലസ് H2O. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് പ്രോപ്പർട്ടിയിൽ ഒന്നാമത്തെ പോയിന്റ് അത് തന്നെയാണ് പറഞ്ഞത്. ടോക്സിക് ഗ്യാസ് ആണ്. അത് ഈസി ആയിട്ട് ഫയറിനെ ക്യാച്ച് ചെയ്യുന്നുണ്ട്. ഫയറിനെ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്തിട്ട് B2O3 ഉണ്ടാവുന്നുണ്ട്. അത് ഒന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പറയാം. രണ്ടാമത്തെ പ്രോപ്പർട്ടി, ഈ ഡൈബോറേനെ ഹൈഡ്രോളിസിസ് ചെയ്താൽ നമുക്ക് ബോറിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ബോറിക് ആസിഡിന്റെ കെമിക്കൽ ഫോർമുല നോക്കുന്ന സമയത്ത് അത് H3
H3BO3 എന്ന് എഴുതാം, അല്ലെങ്കിൽ BOH ത്രൈസ് എന്ന് എഴുതാം. ഓക്കെ, ബോറിക് ആസിഡിന്റെ ഫോർമുലയാണ് എഴുതിയിരിക്കുന്നത്. H3BO3 എന്നോ അല്ലെങ്കിൽ BOH ത്രൈസ് എന്ന് എഴുതിയാൽ അത് ബോറിക് ആസിഡ് ആണ് നിർമ്മിക്കുക. സോ രണ്ടാമത്തെ പ്രോപ്പർട്ടി അതാണ്. ഡൈബോറൈനെ ഹൈഡ്രോളിസിസ് ചെയ്യുന്ന സമയത്ത് അത് ബോറിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ബോറിക് ആസിഡ് BOH ത്രൈസ് പ്ലസ് H2. ഓക്കെ, അപ്പൊ രണ്ട് പ്രോപ്പർട്ടി ആയിട്ടുണ്ട്. അപ്പോൾ ഡൈബോറൈന്റെ പ്രിപ്പറേഷൻ മെത്തേഡുകൾ മൂന്നെണ്ണം പറഞ്ഞു. അതിൽ ആദ്യം പറഞ്ഞത് BF3 കൂടെ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ആഡ് ചെയ്യുക. രണ്ടാമത് പറഞ്ഞത് സോഡിയം ബോറോൺ ഹൈഡ്രൈഡിന്റെ കൂടെ അയോഡിൻ ആഡ് ചെയ്യുക. മൂന്നാമത് പറഞ്ഞത് BF3 കൂടെ തന്നെ സോഡിയം ഹൈഡ്രൈഡ് ആഡ് ചെയ്യുക. ഇനി പ്രോപ്പർട്ടീസ് ആയിട്ട് പറഞ്ഞ ഒന്നാമത്തെ പ്രോപ്പർട്ടി അത് ടോക്സിക് ഗ്യാസ് ആണ്, ഈസി ആയിട്ട് ഫയർ ക്യാച്ച് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഓക്സിഡൈസ് ചെയ്തിട്ട് B2O3 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അടുത്ത് പറഞ്ഞൊരു കാര്യം, ഡൈബോറൈനെ ഹൈഡ്രോളിസിസ് ചെയ്ത് പ്രശസ്തമായ ഒരു ആസിഡ് കിട്ടുന്നുണ്ട്. ഒരു ആന്റിസെപ്റ്റിക് പ്രോപ്പർട്ടി ഉള്ള ബോറിക് ആസിഡ് എന്നറിയപ്പെടുന്ന ഒരു ആസിഡ് അവിടെ പ്രിപ്പയർ ചെയ്യാം. ഇനി മൂന്നാമത്തത്, ഡൈബോറൈന്റെ കൂടെ അമോണിയ ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ B3N3H6 എന്നറിയപ്പെടുന്ന ഒരു കോമ്പൗണ്ട് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. B3N3H6 എന്നറിയപ്പെടുന്ന ബോറസീൻ എന്നറിയപ്പെടുന്ന ഒരു കോമ്പൗണ്ട് അവിടെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഈ ബോറസിന്റെ പ്രത്യേകത, ബോറസിൻ കാണുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ഇതുപോലെ C6H6 ആണെങ്കിൽ അത് ബെൻസീൻ ആണെന്നറിയാം. ഇനി ഈ ബെൻസീനിൽ തന്നെ ഹൈഡ്രജൻ അതുപോലെയുണ്ട്, പക്ഷെ കാർബണിന് പകരം 3 ബോറോണും 3 നൈട്രജനും വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇനോർഗാനിക് ബെൻസീൻ എന്നറിയപ്പെടുന്ന കോമ്പൗണ്ട് ബോറസീൻ ആണെന്ന് ഓർമ്മിക്കുക. ബോറസിന്റെ ഫോർമുല നമുക്കറിയാം, B3N3H6 ആണ്. ബെൻസീനെ പോലത്തെ ഒരു കോമ്പൗണ്ട് ആണ് അവിടെ ഫോം ചെയ്തിരിക്കുന്നത്, ബോറസീൻ എന്ന പേരിൽ അറിയപ്പെടുക. ഓക്കെ, ശരി. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് 3 കാര്യങ്ങളാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം ഡൈബോറൈന്റെ പ്രിപ്പറേഷൻ ആണ്. അത് 3 മെത്തേഡുകൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമത് പറഞ്ഞത് ഡൈബോറൈന്റെ പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടീസുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇനോർഗാനിക് ബെൻസീൻ എന്നറിയപ്പെടുന്ന കോമ്പൗണ്ട് ഏതാണ്? അതൊരു പ്രത്യേക ചോദ്യമാണ്. ബോറസീൻ ആണ്. ഇനോർഗാനിക് ബെൻസീൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് ചോദിച്ചാൽ ഡൈബോറൈന്റെ കൂടെ അമോണിയ ആഡ് ചെയ്ത് നമുക്ക് ഇനോർഗാനിക് ബെൻസീൻ ഉണ്ടാക്കാം. ഇനോർഗാനിക് ബെൻസീന്റെ ഫോർമുല ചോദിച്ചാൽ B3N3H6 എന്ന് പറയണം. ബോറിക് ആസിഡ് പ്രിപ്പറേഷൻ എങ്ങനെ എന്നൊക്കെ വേണമെങ്കിൽ ഇതിനകത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം. ഡൈബോറൈന്റെ കൂടെ ഡൈബോറൈനെ ഹൈഡ്രോളിസ് ചെയ്ത് നമുക്ക് ബോറിക് ആസിഡ് പ്രിപ്പയർ ചെയ്യാമെന്ന് ഓർമ്മിക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന 3 പോയിന്റിൽ 2 പോയിന്റ് പറഞ്ഞു കഴിഞ്ഞു. അതിനകത്ത് തന്നെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റി കൂടെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അവശേഷിക്കുന്ന സ്ട്രക്ചറിനെ പറ്റിയാണ്. സ്ട്രക്ചർ വളരെ പ്രധാനപ്പെട്ടതാണ്. സ്ട്രക്ചർ. അപ്പൊ ഈ സ്ട്രക്ചറിന്റെ പ്രത്യേകത, ഈ സ്ട്രക്ചർ കണ്ടുപിടിച്ചതിന് 1976 നോബൽ പ്രൈസ് കൊടുത്തിട്ടുണ്ട്. വില്യം ലിപ്സ്കോം എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞന് ഡൈബോറൈന്റെ സ്ട്രക്ചർ എലുസിഡേറ്റ് ചെയ്തതിന് 1976 നോബൽ പ്രൈസ് വിന്നറാണ്, നോബൽ ലോറിയേറ്റ് ആണ്. അപ്പൊ അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചറാണ് നിങ്ങൾക്ക് പഠിക്കാൻ തന്നിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെ നമുക്ക് നോക്കാം. അപ്പൊ അതിനുവേണ്ടി ആദ്യം B2H6, അതിലെ സെൻട്രൽ ബോറോൺ ആറ്റം ആറ്റോമിക് നമ്പർ 5 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p1. ഇനി ബോറോണിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ സബ്ഷെല്ലുകൾ 2s2 2p1 ആണ്. ബോറോൺ ബോക്സിൽ കാണിക്കാം. 2s എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം അത് ഒരു ഓർബിറ്റൽ ആണ് 2s. 2p എന്ന് പറയുമ്പോൾ 3 ഓർബിറ്റൽസ് ആണ് 2p. 2sനകത്ത് 2 ഇലക്ട്രോൺസ് ഉണ്ട്, സോ 2 എണ്ണം. 2pക്കകത്ത് 1 എണ്ണമുണ്ട്. ഓക്കെ, ഇനി ബോറോൺ എക്സൈറ്റ് ചെയ്യുന്നു. എക്സൈറ്റ് ചെയ്യുന്ന സമയത്ത് 2sലെ ഇലക്ട്രോൺ ജമ്പ് ചെയ്ത് 2pയിലേക്ക് പോകുന്നു. ഇവിടുന്ന് ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്ത് ഇവിടോട്ട് വന്നു. ഇതങ്ങനെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള കാര്യം നമുക്കറിയാം. ഞാൻ പറഞ്ഞ സ്ട്രക്ചർ കണ്ടുപിടിച്ചതിന് നോബൽ പ്രൈസ് വരെ കൊടുത്തിട്ടുണ്ട്. അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി ബോറോൺ എക്സൈറ്റ് ചെയ്യിച്ചു. ഇനി സ്വാഭാവികമായിട്ടും ഹൈബ്രിഡൈസേഷൻ പറയണം.
ഹൈബ്രിഡൈസേഷൻ പറയുന്ന സമയത്ത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രോൺസ് ഉള്ള 1, 2, 3 ഓർബിറ്റലും ഇലക്ട്രോൺ ഇല്ലാത്ത ഈ 4ാമത്തെ ഓർബിറ്റലും ചേർന്നിട്ടാണ് ഹൈബ്രിഡൈസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് ഹൈബ്രിഡൈസേഷന്റെ പ്രോപ്പർട്ടി ആയിട്ട് പഠിച്ചിട്ടുള്ളത് ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ ആയാലും കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽ ആയാലും വേക്കന്റ് ഓർബിറ്റൽ ആയാലും ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാം എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് ഇവിടുത്തെ വേക്കന്റ് ഓർബിറ്റലും കൂടെ ഉൾപ്പെടുത്തി വേണം ഹൈബ്രിഡൈസേഷൻ പറയാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഹൈബ്രിഡൈസേഷന്റെ കാര്യം നോക്കുന്ന സമയത്ത് എത്ര എസ് ഓർബിറ്റൽ പങ്കെടുത്തു നമുക്കറിയാം, അത് ഒന്നേ ഉള്ളൂ. പി ഓർബിറ്റൽ 1, 2, 3. അപ്പൊ അതുകൊണ്ട് തന്നെ ഹൈബ്രിഡൈസേഷന്റെ പേര് sp3 ഹൈബ്രിഡൈസേഷൻ ആണ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് ഡൈബോറിന്റെ സ്ട്രക്ചറിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ സ്ട്രക്ചറിന്റെ പ്രത്യേകത ഒരു കാര്യം ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ഡൈബോറിനിലെ ഓരോ ബോറോൺ ആറ്റവും sp3 ഹൈബ്രിഡൈസേഷനിലാണ്. ഇനി ആ sp3 ഹൈബ്രിഡൈസേഷൻ പ്രത്യേകതയുണ്ട്. ഹൈബ്രിഡൈസേഷന് വേണ്ടി പങ്കെടുത്ത 1, 2, 3, 4 ഓർബിറ്റലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പുതുതായി 4 ഓർബിറ്റൽസ് ഉണ്ടാവുന്ന കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ശരി, ഞാൻ അത് അങ്ങോട്ട് വരച്ചു നോക്കാം. സോ ബോറോൺ ബി എന്ന് എഴുതിയിട്ട് 4 അറ്റോമിക് ഓർബിറ്റലാണ് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ 4 ഹൈബ്രിഡ് ഓർബിറ്റലും അവിടെ ഉണ്ടാവുന്നുണ്ട്. ഹൈബ്രിഡ് ഓർബിറ്റലിനെ റെപ്രസെന്റ് ചെയ്യാൻ നിങ്ങൾക്കറിയാം, ഒരു വലിയ ലോബും ഒരു ചെറിയ ലോബും കൊടുത്തിട്ട് വേണം ഹൈബ്രിഡ് ഓർബിറ്റൽ റെപ്രസെന്റ് ചെയ്യാനെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, ശരിയെങ്കിൽ ഈ 4 ഹൈബ്രിഡ് ഓർബിറ്റൽ കാണിക്കാം. 4 എണ്ണം, 1, 2, 3, 4. ഒരു ബോറോൺ ആറ്റത്തില് 4 ഹൈബ്രിഡ് ഓർബിറ്റൽ കാണിച്ചിട്ടുണ്ട്. ഈ 4 ഹൈബ്രിഡ് ഓർബിറ്റലിലും കൂടെ 1, 2, 3 ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ. സോ ഇലക്ട്രോൺസ് ഇവിടുത്തെ ഒരു ഹൈബ്രിഡ് ഓർബിറ്റൽ കൊടുത്തു, 2, 3. അപ്പൊ 4ാമത് ഒരു ഹൈബ്രിഡ് ഓർബിറ്റലിൽ ഇലക്ട്രോൺ ഇല്ല എന്ന് കൂടെ നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത ബോറോൺ ആറ്റം, 2 ബോറോൺ ആറ്റം ഉണ്ട്. അടുത്ത ബോറോൺ ആറ്റത്തിലേക്ക് പോവാം. അതിലും ഇതുപോലെ തന്നെ sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. 4 ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ട്, അത് വരയ്ക്കാം. ഈ 4 ഹൈബ്രിഡ് ഓർബിറ്റലിലും കൂടെ 3 ഇലക്ട്രോൺസേ ഉള്ളൂ. സോ ആ 3 ഇലക്ട്രോൺ കാണിക്കാം. ഇതിലൊന്ന്, ഇതിലൊന്ന്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഇവിടുത്തെ 4 ഹൈബ്രിഡ് ഓർബിറ്റലിൽ ഇവിടെ മുകളിലത്തെ ഓർബിറ്റലിൽ ഇലക്ട്രോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഹൈബ്രിഡ് ഓർബിറ്റലിൽ താഴത്തെ ഓർബിറ്റലിൽ വേണം ഇലക്ട്രോൺ കൊടുക്കേണ്ടത്. സോ ഇവിടെ ഓക്കെ, ആ ഒരു വ്യത്യാസമുണ്ട്. ഈ 4 ഹൈബ്രിഡ് ഓർബിറ്റലിൽ 3 ഹൈബ്രിഡ് ഓർബിറ്റലിൽ ഇലക്ട്രോൺ വരാവും. ആ 3ാമത്തെ ഹൈബ്രിഡ് ഓർബിറ്റൽ ഇവിടെ മുകളിലത്തെ ഓർബിറ്റലിൽ ഇലക്ട്രോൺ കൊടുത്തുവെങ്കിൽ ഇവിടെ ആണെങ്കിൽ അത് താഴത്തെ ഓർബിറ്റലിൽ ഇലക്ട്രോൺ കൊടുക്കണമെന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം സംസാരിച്ചത് നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഡൈബോറിന്റെ സ്ട്രക്ചറിന്റെ പ്രത്യേകത, ഡൈബോറിനിൽ സെൻട്രൽ ബോറോൺ ആറ്റംസ് sp3 ഹൈബ്രിഡൈസേഷനിലാണെന്ന് മനസ്സിലായി. സോ ആ ഹൈബ്രിഡ് ഓർബിറ്റൽ ഞാൻ അവിടെ വരച്ച് കാണിച്ചു. ശരി, ഇതിനെ ഇങ്ങോട്ട് കാണിക്കാം, ബി ബി. ശരി, ഇനി അടുത്ത ഹൈഡ്രജൻ വരണം. 6 ഹൈഡ്രജൻ ഉണ്ട്. അതിൽ ഒരു ഹൈഡ്രജൻ വന്ന് ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. സോ ഹൈഡ്രജൻ വന്നിട്ട് ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്തു. അടുത്ത ഹൈഡ്രജൻ വന്നിട്ട് ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്തു. അങ്ങനത്തെ 6 ഹൈഡ്രജൻ ഉണ്ട്. സോ ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ. ഓക്കെ, അപ്പൊ 6 ഹൈഡ്രജനിൽ 4 ഹൈഡ്രജൻ വന്ന് ബോണ്ട് ഫോം ചെയ്തു. ഇനി 2 ഹൈഡ്രജൻ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ അതിലൊരു ഹൈഡ്രജൻ വന്നിട്ട് ഇവിടെ ബോണ്ട് ഫോം ചെയ്യുകയും ഒരു ഹൈഡ്രജൻ വന്നിട്ട് ഇവിടെ ബോണ്ട് ഫോം ചെയ്യുകയും ചെയ്താൽ പിന്നെ നമുക്ക് B2H6 എന്നറിയപ്പെടുന്ന ഒരു കോമ്പൗണ്ട് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെയാണ് പുതുമയുള്ളത്. ആ പുതുമ കണ്ടുപിടിച്ചതിനാണ് 1976 നോബൽ സമ്മാനം, ഏറ്റവും വലിയ സമ്മാനം കൊടുത്തിരിക്കുന്നതെന്ന് ഓർമ്മിക്കാം. അത് വേറൊന്നുമല്ല. അപ്പൊ ഇത്രയും കാര്യം നോക്കുന്ന സമയത്ത് നമുക്ക് നിലവില് 2 ബോറോൺ ആറ്റംസും 4 ഹൈഡ്രജൻ ആറ്റംസും ഒരു പ്ലെയിനിലാണ്. 2 ബോറോൺ ആറ്റം 4 ഹൈഡ്രജൻ ആറ്റം ഒരു പ്ലെയിനിലാണ്. ഇനി ബാക്കിയിരിക്കുന്ന 2 ഹൈഡ്രജൻ ആറ്റത്തിൽ ഒരെണ്ണം ഈ പ്ലെയിനിന്റെ മുകളിലോട്ട് വരും, ഒരു ഹൈഡ്രജൻ ആറ്റം താഴോട്ട് വരും. ആ രീതിയിലാണ് സ്ട്രക്ചർ അറേഞ്ച് ചെയ്യുന്നത്. ഒന്നുകൂടെ ഓർമ്മിക്കാം, ഇപ്പൊ ഈ വരച്ചിരിക്കുന്ന 2 ബോറോൺ ആറ്റംസും 4 ഹൈഡ്രജൻ ആറ്റവും ഒരു സിംഗിൾ പ്ലെയിനിലാണ്. ഇനി അവശേഷിക്കുന്ന 2 ഹൈഡ്രജൻ ആറ്റത്തിൽ ഒരെണ്ണം ഈ പ്ലെയിനിന്റെ മുകളിലോട്ട് വരും, ഒരെണ്ണം പ്ലെയിനിന്റെ താഴോട്ട് വരണം. ഓക്കെ, അപ്പൊ എങ്കിൽ ഒരു ഹൈഡ്രജൻ ആറ്റം ഈ പ്ലെയിനിന്റെ മുകളിലോട്ട് വന്നിട്ട് അതിന് ഓർബിറ്റലുണ്ട്. ആ ഹൈഡ്രജന്റെ കയ്യിൽ ഓർബിറ്റലുണ്ട്, ഒരു ഇലക്ട്രോൺ ഉണ്ട്. ആ ഇലക്ട്രോൺ ഉപയോഗിച്ച് ഈ ഹൈബ്രിഡൈസ് ചെയ്ത ഇലക്ട്രോൺ ഇല്ലാത്ത ഓർബിറ്റലും ഈ ഹൈബ്രിഡൈസ് ചെയ്ത ഇലക്ട്രോൺ ഉള്ള ഓർബിറ്റലും പിന്നെ ഹൈഡ്രജന്റെ കയ്യിലുള്ള ഒരു ഇലക്ട്രോൺ.
ചേർന്നിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പുതുമയുള്ള ഒരു ബോണ്ട് അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ആ പുതുമയുള്ള ബോണ്ടിന്റെ പ്രത്യേകത, ആ ബോണ്ടിൽ കണക്ട് ചെയ്യുന്നത് 1, 2, 3 ആൾക്കാരെയാണ്. സോ അതുകൊണ്ട് തന്നെ 3 സെന്റർ, 3 സെന്റർ. ഇനി അതുപോലെ തന്നെ അതിനകത്ത് ആകപ്പാടെ 1, 2 ഇലക്ട്രോണുകൾ മാത്രമേ ഉള്ളൂ. സോ 2 ഇലക്ട്രോൺ ബോണ്ട്. അപ്പൊ പ്രശസ്തമായ ആ വാക്കാണ് 3 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ട് എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ബോണ്ട് അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഈ പ്ലെയിനിന് മുകളിലാണ്. അപ്പൊ അത് ഇവിടെ വരച്ച് കാണിക്കുന്നത് എങ്ങനെ? ഈ പ്ലെയിൻ കാണിക്കാനാണ് ഞാൻ ഡാഷ് കാണിക്കുന്നത്. ഇപ്പൊ വന്ന ബോണ്ടിനെ ഇങ്ങനെ കാണിക്കാം, ഇങ്ങനെ. ഓക്കെ, ഇനി ഇതുപോലെ ഒരു ബോണ്ട് നമുക്ക് താഴെയും ഫോം ചെയ്യാം. ഹൈഡ്രജൻ ഒരെണ്ണം ഇവിടെ വന്നിട്ട് അത് നോക്കുമ്പോഴും അറിയാം 1, 2, 3 സെന്റർ, ആകപ്പാട് 2 ഇലക്ട്രോൺ. അത് ഇവിടെ കാണിക്കുന്ന വെച്ചാൽ താഴോട്ട്. ഓക്കെ, അപ്പോ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇനി സ്ട്രക്ചർ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സമയത്ത് ഈ സ്ട്രക്ചറും വരയ്ക്കുക, ഇതും വരയ്ക്കുക. സ്ട്രക്ചർ ഉദ്ദേശിക്കുന്നത് ഇതാണ്, സ്ട്രക്ചർ ഇതാണ്, ഇത് ബോണ്ടിങ് ആണ്. അപ്പൊ നമുക്ക് രണ്ടും വരച്ച് ചോദിക്കുക. പരീക്ഷയ്ക്ക് സ്ട്രക്ചർ ചോദിച്ചാലും ബോണ്ടിങ് വരച്ചാലും ചോദിച്ചാലും ഈ 2 പടവും വരച്ചിരിക്കണം എന്ന് ഓർമ്മിക്കുക. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ ഇതെല്ലാം വരച്ചിട്ട് ഈ ബോറോൺ തമ്മിൽ കണക്ഷൻ വരയ്ക്കരുത്. ഇങ്ങനെ ഒരു ബോണ്ട് ഒരിക്കലും വരയ്ക്കരുത്. അങ്ങനെ ഒരു ബോണ്ട് നമുക്ക് നിലവിലില്ലെന്ന് ഓർമ്മിക്കുക. ഓക്കെ, നമുക്ക് ഇതിനെ ഒന്നുകൂടെ അറേഞ്ച് ചെയ്യാം. എന്തൊക്കെ ഓർമ്മിക്കേണ്ട കാര്യമുണ്ട് എന്ന് ചോദിച്ചാൽ, ഡൈബോറിന്റെ പ്രത്യേകത, ഡൈബോറിന്റെ സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് സ്ട്രക്ചർ. ഈ സ്ട്രക്ചർ എലുസിഡേറ്റ് ചെയ്തതിന് അല്ലെങ്കിൽ സ്ട്രക്ചർ കണ്ടുപിടിച്ചതിന്, സ്ട്രക്ചറിന്റെ പ്രത്യേകത പറഞ്ഞതിന് 1976 നോബൽ സമ്മാനം കൊടുത്തിട്ടുണ്ട്. ആ നോബൽ സമ്മാനം കൊടുത്ത ആള് വില്യം ലിപ്സ്കോംബ് ആണ്. അത് ഒരു പോയിന്റ് ഓർമ്മിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഓരോ ബോറോൺ ആറ്റവും sp3 ഹൈബ്രിഡൈസേഷനിലാണ്. sp3 ഹൈബ്രിഡൈസേഷനിൽ 4 ഹൈബ്രിഡ് ഓർബിറ്റലിൽ 3 ഇലക്ട്രോൺ ഉണ്ട്, 4 ഇലക്ട്രോൺ ഇല്ല. ഇനി നമ്മൾ സ്ട്രക്ചറിലേക്ക് വരുന്ന സമയത്ത് ഡൈബോറിന്റെ പ്രത്യേകത 2 ബോറോൺ ആറ്റംസും 1, 2, 3, 4 ഈ 4 ഹൈഡ്രജൻ ആറ്റംസും ഒരു പ്ലെയിനിലാണ്. ആ പ്ലെയിനിൽ കാണപ്പെടുന്ന ഈ BH ബോണ്ടിനെയും ഈ BH ബോണ്ടിനെയും ഈ BH ബോണ്ടിനെയും ഈ BH ബോണ്ടിനെയും നമ്മൾ വിളിക്കുന്നത് ടെർമിനൽ ബോണ്ടുകൾ എന്നാണ്, അല്ലെങ്കിൽ ടെർമിനൽ ഹൈഡ്രജൻ എന്ന് പറയാറുണ്ട്. അതേസമയം ഈ BHB ബോണ്ടുകളെ നമ്മൾ വിളിക്കുന്ന പേര് 3 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ടുകൾ എന്നോ അല്ലെങ്കിൽ ബ്രിഡ്ജ് ബോണ്ട് എന്നോ, മറ്റൊരു പേര് ബ്രിഡ്ജ് ബോണ്ട് എന്നോ അല്ലെങ്കിൽ ബനാന ബോണ്ടുകൾ എന്നോ പറയാം. ബനാന ബോണ്ടുകൾ എന്നോ പറയാം. അപ്പൊ 3 പേരുകൾ 3 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ടുകൾ എന്നോ അല്ലെങ്കിൽ ബ്രിഡ്ജ് ബോണ്ട് എന്നോ അല്ലെങ്കിൽ ബനാന ബോണ്ടുകൾ എന്നോ പറയാം. സോ നമുക്ക് അങ്ങനത്തെ ഒരു ബോറോൺ ഹൈഡ്രജൻ ബോറോൺ ബ്രിഡ്ജ് ബോണ്ട് ഈ പ്ലെയിനിലെ മുകളിലോട്ടുണ്ട്, ഒരു BHB ബോണ്ട് പ്ലെയിനിലെ താഴോട്ടുണ്ടെന്ന് ഓർമ്മിക്കുക. ഓക്കെ, അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ 3 കാര്യങ്ങൾ അപ്പൊ ഞാൻ പറഞ്ഞു. ഈ പറഞ്ഞ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 3 കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ഒന്നാമത്തെ കാര്യം പ്രിപ്പറേഷൻ ആണ്. പ്രിപ്പറേഷൻ 3 മെത്തേഡ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടീസുമായിട്ട് ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം ഇനോർഗാനിക് ബെൻസീൻ എന്നറിയപ്പെടുന്ന കോമ്പൗണ്ട് ഏത്? ബോറസീൻ ആണ്. അതുപോലെ തന്നെ ബോറിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ അതിനകത്ത് വന്നു. പിന്നെ അടുത്ത് പറഞ്ഞത് സ്ട്രക്ചറിന്റെ പ്രത്യേകതയാണ്. സ്ട്രക്ചറിന്റെ പ്രത്യേകത നോക്കുന്ന സമയത്ത് ഇങ്ങോട്ട് നോക്കിയാൽ നമുക്കറിയാം 2 ബോറോൺ ആറ്റംസും 4 ഹൈഡ്രജൻ ആറ്റം ഒരു പ്ലെയിനിലാണ്. ഒരു BHB ബോണ്ട് പ്ലെയിനിൽ മുകളിലുണ്ട്, ഒരു BHB ബോണ്ട് പ്ലെയിനിൽ താഴെയുണ്ട്. ഈ BHB ബോണ്ടുകളെ വിളിക്കേണ്ട പേര് 3 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ടുകളെന്നോ അല്ലെങ്കിൽ ബ്രിഡ്ജ് ബോണ്ടെന്നോ അല്ലെങ്കിൽ ബനാന ബോണ്ടുകളെന്നോ പറയാം. സോ വളരെ പ്രശസ്തമായ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ അവസാനം സംസാരിച്ചത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നല്ലോണം പഠിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം.